കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന ഒരാൾ ചെയ്തു വെച്ച ഒരു നിസ്സാരമായിട്ടുള്ളൊരു തെറ്റ്. പക്ഷേ ഈ തെറ്റ് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രഗ്നൻസി ആകാതെ പീരിയഡ്സ് ആകാനായിട്ട് അത് കാരണമാകും. ഇറഗുലർ പീരിയഡ്സ് ഉള്ളവർക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഈ ടിപ്പ് സഹായിക്കുമെങ്കിലും നേരെ മറിച്ച് നിങ്ങൾ റെഗുലർ പീരിയഡ്സ് ആണ്, നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്നവരാണെങ്കിൽ അതിനെ ഒന്ന് നീട്ടുകൊണ്ട് പോകാൻ, അതിൽ പ്രഗ്നൻസി ആകുന്ന സാധ്യതയ്ക്ക് ഒരു മങ്ങലേൽപ്പിക്കാൻ മാത്രമേ ഈ ഒരു ടിപ്പ് സഹായകമാവുകയുള്ളൂ. അപ്പൊ നമുക്കിത് എന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് ഗ്രാമ്പൂ വെള്ളത്തിനെ പറ്റിയിട്ടാണ്. ഗ്രാമ്പൂ വെള്ളം എന്താണെന്നും അത് കുടിക്കുമ്പോൾ എന്തോരം ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നതും ചാനൽ ഫോളോ ചെയ്തിട്ടുള്ള ഒരുപാട് പേർക്ക് അറിയാം. അത് വെച്ച് തന്നെ ഏകദേശം 500-600-ലധികം പേര് നമ്മുടെ ചാനലിൽ പ്രഗ്നന്റ് ആയി എന്ന് പറയുന്നുണ്ട്. ഈ ഗ്രാമ്പൂ എന്ന് പറയുന്നത് നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ പെടുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. ഈ ഗ്രാമ്പൂവില് ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ന്യൂട്രിയൻസിനെ നമുക്ക് പല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലവർക്ക് അവരുടെ ഓവുലേഷനെ ഒന്ന് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് അണ്ടാശയത്തിൽ നിന്നും ക്വാളിറ്റി ഉള്ള അണ്ടം നമ്മൾ ഒരു HCG ഇഞ്ചക്ഷൻ വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കാനായിട്ട് മറ്റുള്ള എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുമ്പോഴോ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളുണ്ടല്ലോ. ഈ മെഡിസിൻസ് എടുത്ത് നമ്മൾ ഓവുലേഷൻ നടത്തുന്നത് പോലെ തന്നെ മെഡിസിൻസ് എടുക്കാതെ നാച്ചുറലി ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. ഈ ഗ്രാമ്പൂ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയതിനു ശേഷം അത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് തൈറോയിഡിന്റെ ഒക്കെ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഗ്രാമ്പൂ വെള്ളം വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാനും LH ഹോർമോണിന്റെ സർജ് കൃത്യമായിട്ട് ഉണ്ടാകുന്നതിനും വളരെ ക്വാളിറ്റി ഉള്ള അണ്ടം നാച്ചുറൽ ആയിട്ട് പൊട്ടുന്നതിനും ഇത് സഹായിക്കുന്നു. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓവുലേഷൻ ഡിസ്ചാർജ് ഉണ്ടാകാനായിട്ട് ഇത് സഹായിക്കുന്നു. പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള സെർവിക്കൽ മ്യൂക്കസിന്റെ ഡിസ്ചാർജ് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ ആ ശരീരത്തിൽ എത്തുന്ന പുരുഷന്റെ ബീജത്തിന് കുറച്ചധികം നാൾ ശരീരത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി ഇത് കൊടുക്കുന്നു. അത് മാത്രമല്ല, ഒരു സപ്പോർട്ട് സിസ്റ്റം പോലെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സെമനെ ഇത് കാത്ത് സംരക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. സ്ത്രീകൾക്ക് ഇത്രയധികം ബെനിഫിറ്റ് കിട്ടുന്നത് പോലെ തന്നെ പുരുഷന്മാർക്കും അതിനനുസരിച്ച് ഇത് കുടിക്കുമ്പോൾ ബെനിഫിറ്റ് ഉണ്ട്. ക്വാളിറ്റിയുള്ള ബീജം പ്രൊഡ്യൂസ് ആകുന്നതിനും അതിന്റെ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും മോർഫോളജി ഇംപ്രൂവ് ചെയ്യുന്നതിനും ഒക്കെ ഈ ഒരു ഗ്രാമ്പൂ വെള്ളം കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നോർമലി നമ്മൾ ഗ്രാമ്പൂ വെള്ളം കുടിക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. അതായത് ചാനലിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്തിട്ടുള്ള ടിപ്പും ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പും എന്ന് പറയുന്നത് പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേ മുതൽ നിങ്ങൾക്ക് എപ്പോഴാണോ ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് ആ ഡേ, നിങ്ങളുടെ പീരിയഡ്സിന്റെ ഡേ മുതൽ നിങ്ങൾക്ക് ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം വരെ ഇഞ്ചിയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുക. ഇഞ്ചിയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് ഏർലി മോർണിംഗിൽ കുടിക്കേണ്ട, അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് കുടിച്ചാൽ മതിയാകും. അതിനുശേഷം പീരിയഡ്സിന്റെ നോർമൽ ഫ്ലോയിനേക്കാളും കൂടുതൽ ഫ്ലോ ഉണ്ടാകുന്ന ദിവസം, അതായത് നമുക്ക് പീരിയഡ്സ് തുടങ്ങുന്ന ഒരാൾക്ക് ആദ്യത്തെ ദിവസം ചിലപ്പോൾ സ്പോട്ടിംഗ് ആയിരിക്കും. ദെൻ എപ്പോഴാണോ ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ദിവസം മുതൽ ആ ഒരു 5 ദിവസം വരെയൊക്കെ തുടർച്ചയായിട്ട് നിങ്ങൾ ഇഞ്ചി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിനൊന്ന് ക്ലീൻ ചെയ്യുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ കൃത്യമായിട്ട് പുറത്തേക്ക് പോയി നമ്മുടെ യൂട്രസ് ഒന്ന് ക്ലീൻ ആവുന്നതിനും ഇത് സഹായിക്കുന്നു. ഇത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത് ഫോളോ ചെയ്യേണ്ട ടിപ്പാണ് ഗ്രാമ്പൂ വെള്ളം. 5 ദിവസം വരെ നിങ്ങൾ ഇഞ്ചി വെള്ളം കുടിക്കുകയാണെങ്കിൽ 5ാമത്തെ ദിവസം മുതൽ നിങ്ങൾ ഓവുലേഷൻ നടക്കുന്ന ദിവസം വരെ കുടിക്കേണ്ടത് ഗ്രാമ്പൂ വെള്ളമാണ്. ഓവുലേഷൻ നടക്കുന്ന ദിവസം എന്നാണോ അതിനുശേഷം നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിക്കാൻ പാടില്ല. നമ്മുടെ ചാനലിൽ ഈ കുട്ടി ഫോളോ ചെയ്തത് ഓവുലേഷൻ ഡേറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അതുപോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷവും ഗ്രാമ്പൂ വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങി. നോർമലി കുടിക്കുന്നതോട് കൂടാതെ ഈ കുട്ടി വീട്ടിൽ തിളപ്പിക്കുന്ന വെള്ളത്തിൽ വരെ ഗ്രാമ്പൂ ഇട്ടിട്ട് തിളപ്പിച്ച് കുടിക്കാനായിട്ട് തുടങ്ങി. ഗ്രാമ്പൂ ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. വെള്ളത്തിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. നമുക്ക് ശരീരത്തിൽ പീരിയഡ്സ് ഒക്കെ ഇറഗുലർ ആയിട്ടുള്ളവർക്കൊക്കെ അതൊക്കെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. പക്ഷേ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ പ്രഗ്നൻസി നോക്കുന്ന ആളുകൾ ഈ ഒരു ഗ്രാമ്പൂ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് പീരിയഡ്സ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഈ ഗ്രാമ്പൂ എന്ന് പറയുന്ന ഈ സുഗന്ധ വ്യഞ്ജനത്തിന്റെ കാറ്റഗറിയിൽ പെടുന്നത് നമ്മളുടെ ശരീരത്തിലെ ഹീറ്റ് കൂട്ടുന്നു. നമ്മളുടെ ശരീരത്തിൽ നോർമലി ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ ഹീറ്റ് കൂടുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പലർക്കും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിന് അത് കാരണമാകുന്നു.
എല്ലാവർക്കും ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ നമ്മൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ശരീരപ്രകൃതി ഡിഫറെന്റ് ആണ്. ചിലവർക്ക് പെട്ടെന്ന് തന്നെ ഇപ്പൊ എന്തെങ്കിലും പുളി കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ശർക്കര കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ പൈനാപ്പിൾ കഴിക്കുമ്പോഴോ പെട്ടെന്ന് പീരീഡ്സ് വരും. അങ്ങനെയുള്ളവരൊക്കെ ഈ ഗ്രാമ്പൂ വെള്ളം കുടിക്കുന്നത് നിങ്ങൾക്ക് പീരീഡ്സ് ഉണ്ടാവുന്നതിന് കാരണമാവുന്നു. രണ്ടാമതായിട്ട് ഈ ഗ്രാമ്പൂ ഓവുലേഷൻ കഴിഞ്ഞ് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ യൂട്രസിൽ കോൺട്രാക്ഷൻസ് സംഭവിക്കുന്നു. യൂട്രസിൽ നമുക്ക് കോൺട്രാക്ഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സ് അടുക്കുന്ന സമയങ്ങളിൽ നമ്മുടെ എൻഡോമെട്രിയൽ ടിഷ്യൂസിനെ മൊത്തത്തിൽ ശരീരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡെലിവറി ഡേറ്റ് അടുത്ത് നിൽക്കുന്ന സമയത്ത് കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമാണ് യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാവുന്നത്. അതല്ലാതെ പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്ന സമയത്തും പ്രഗ്നൻസിയുടെ സമയത്തും നമുക്ക് യൂട്രസിൽ കോൺട്രാക്ഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല. യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് അവിടെ ഷെഡ് ആകാൻ വേണ്ടിയിട്ട് ശരീരം സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കും. എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ആവുകയാണെങ്കിൽ അതിൽ പിടിച്ചു വരുന്ന കുഞ്ഞിന് എത്രത്തോളം ക്വാളിറ്റീസ് ഉണ്ടെങ്കിലോ നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ് എത്രത്തോളം തിക്കണാണെങ്കിൽ കൂടി തന്നെയും അവിടെ ബോഡിക്ക് സർവൈവ് ചെയ്യാനായിട്ട് ആ ഒരു എംബ്രിയോയ്ക്ക് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റാതെ വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പീരീഡ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് കാരണമാവുന്നു. അതുകൊണ്ട് തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിക്കാനായിട്ട് പാടില്ല. ഇനി വീട്ടിൽ തിളപ്പിക്കുന്ന വെള്ളത്തിന്റെ കൂടെ ഗ്രാമ്പൂ ഇടുന്നവരാണെങ്കിലും അങ്ങനെയും നിങ്ങൾ കുടിക്കാനായിട്ട് പാടില്ല. കാരണം നിങ്ങൾ ഒരു ദിവസം ചിലപ്പോൾ കുറഞ്ഞത് ഒരു 5-6 ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ ആ വീട്ടിൽ നിന്ന് നിങ്ങൾ കുടിക്കും. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇത് കൂടുതലായിട്ട് എത്തുന്നതിന് ഓരോ ദിവസവും നമ്മൾ 5-6 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴേക്കും അത് കൂടുതലായിട്ട് നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തുന്നതിന് അത് കാരണമാകുന്നു. പീരീഡ്സ് വരുന്നതിനും അത് കാരണമാകുന്നു. അതുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾ പീരീഡ്സ് റെഗുലർ ആയിട്ടുള്ളവര് പീരീഡ്സ് നോർമൽ ആക്കാനായിട്ട് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനുശേഷം കുടിച്ചാലും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ പ്രഗ്നൻസി നോക്കുന്നവര് കുടിക്കാതിരിക്കുക. എങ്ങനെയാണ് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. ദി ചോയ്സ് വേൾഡ് ഓവുലേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ലഭിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പീരീഡ് സൈക്കിളിന്റെ ലെങ്ത് റെഗുലർ ആണെങ്കിൽ, അതായത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നിങ്ങൾക്ക് പീരീഡ്സ് ആകുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 28 ദിവസം, 30 ദിവസം, 35 ദിവസം, 34 ദിവസം ഇങ്ങനെ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ 34 നിങ്ങളുടെ പീരീഡ് സൈക്കിളിന്റെ ലെങ്ത് എങ്കിൽ 34 മൈനസ് 14 എന്ന് പറയുന്നത് ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സംഖ്യയാണ്. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 20 ആണെങ്കിൽ നിങ്ങളുടെ പീരീഡ്സിന്റെ 20ാമത്തെ ദിവസമായിരിക്കും നിങ്ങൾക്ക് ഓവുലേഷൻ ഉണ്ടാവുന്നത്. ആ 20ാമത്തെ ദിവസം വരെ മാത്രം നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിച്ചാൽ മതിയാകും. 21ാമത്തെ ദിവസം നിങ്ങൾ കുടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പീരീഡ് സൈക്കിളിന്റെ ലെങ്ത് 30 ആണെങ്കിൽ, അതായത് ഒരു മാസം നിങ്ങൾക്ക് ആയത്, ഇപ്പോൾ ഈ മാസം നിങ്ങൾക്ക് ആയത് ഒക്ടോബർ 1 ആണെങ്കിൽ ഒക്ടോബർ 1 മുതൽ എണ്ണി തുടങ്ങിയിട്ട് 30ാമത്തെ ദിവസം എന്നാണോ വരുന്നത് ആ ദിവസം വരെയാണ് നിങ്ങൾക്ക് പീരീഡ് സൈക്കിളിന്റെ ലെങ്ത് പോകുന്നതെങ്കിൽ 30 മൈനസ് 14 അതായത് 16 നമുക്ക് കിട്ടും. ഈ 16ാമത്തെ ദിവസമാണ് നമുക്ക് ഓവുലേഷൻ ഉണ്ടാവുന്നത്. ആ 16ാമത്തെ ദിവസം വരെ മാത്രം നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിച്ചാൽ മതിയാകും. 17ാമത്തെ ദിവസം നിങ്ങൾ കുടിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇവിടെ ഈ കുട്ടി ഇത് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കുട്ടി ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഈ ഗ്രാമ്പൂ വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും എന്തോ ഇത് കാരണം കുടിക്കുമ്പോഴേക്കും കൃത്യമായിട്ട് പീരീഡ്സ് വരാനും തുടങ്ങി. പീരീഡ്സ് ഇറഗുലർ ആയിട്ടുള്ള ഒരാളായിരുന്നു, പക്ഷെ ഇത് കുടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കൃത്യമായിട്ട് പീരീഡ്സ് വരാനായിട്ട് തുടങ്ങി. അപ്പൊ ഇങ്ങനെ സംശയം ചോദിച്ചു, ചേച്ചി ഇതുകൊണ്ട് പ്രഗ്നൻസി നഷ്ടമാകുമോ എന്ന് ചോദിച്ചു. ശരിയാണ്, നമുക്ക് ആ പ്രഗ്നൻസി നഷ്ടമാകാനായിട്ട് അത് കാരണമാകും. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരെ കാര്യം കൃത്യമായിട്ട് അറിയാതെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1 ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട
പറയേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.